തെരഞ്ഞെടുപ്പ് കമ്മീഷണറായുള്ള ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ്. നിയമനത്തിൽ മന്ത്രി KM ഷാജിക്ക് പിശക് പറ്റിയിട്ടുണ്ട്. താൻ തികഞ്ഞ ബോധ്യത്തോടെയാണ് ശേഷാദ്രിനാഥിന്റെ നിയമനത്തെ എതിർക്കുന്നത്. ശേഷാദ്രിനാഥിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കട്ടെ എന്നും PM നിയാസ്. കൈരളിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു നിയാസിന്റെ പ്രതികരണം. KM ഷാജി മന്ത്രി അറിഞ്ഞാണ് ഈ തീരുമാനം വന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ തദ്ദേശഭരണ മന്ത്രി എന്ന നിലയിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ ശേഷാദ്രിനാഥൻ എന്നയാളെ വെക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ സംഘപരിവാർ താല്പര്യം, അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ, ഈ തീരുമാനം വന്നയുടൻ അതെല്ലാം അപ്രത്യക്ഷമായത്, ഇതെല്ലാം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ KM ഷാജി എന്ന് പറയുന്ന മന്ത്രി ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇത് അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അതും നിലനിൽക്കില്ല. അപ്പോൾ ആ ജാഗ്രത കുറവ് അവിടെയും സംഭവിച്ചോ? അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ആ സാഹചര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം, എനിക്കറിയുന്ന കാര്യങ്ങൾ തിരുത്തേണ്ടത് എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോടല്ലേ. ഞാൻ അദ്ദേഹത്തോട് ഒരു കത്ത് പോലും കൊടുത്തിട്ടില്ല. കാരണം കത്ത് കൊടുക്കാൻ ഞാൻ അശക്തനാണ്. അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി മന്ത്രിസഭയിൽ വന്നതാണ്. ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോടാണ്, ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിനോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒക്കെ വിശദമായി കാര്യം സംസാരിച്ചതാണ്. അവർ എനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയോട് ഫ്ലോറിൽ നിന്നും അല്ലാതെയും സംസാരിച്ചതാണ്. ഇവിടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്തെങ്കിലും തരണമെന്നല്ല. ഈ ഇത്രയും കാര്യങ്ങൾ, ഈ റിട്രീവ് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ 15 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിഷയങ്ങൾ അത് ബോധ്യപ്പെടുത്തി റിപ്പോർട്ടാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പോലും അത് വകുപ്പ് മന്ത്രിയായ KM ഷാജിക്ക് നൽകണമെന്നാണ് ഞാനിന്ന് ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്കിൽ നിന്നും ലെസ്ലി ജോൺ കൂടി ചേരുകയാണ്. ലെസ്ലി, നോക്കൂ, വളരെ കൃത്യമായി ഇതിനു മുമ്പും ഈ വിഷയത്തിൽ നടത്തിയിരുന്ന പ്രതികരണം കുറച്ചുകൂടി ആവർത്തിച്ച് ശക്തമായി പറയുകയായിരുന്നു PA നിയാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ. അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രിക്ക് ഈ കാര്യത്തിൽ പിശക് പറ്റിയിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് തൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പറയുന്ന ആളുടെ ഈ നിയമനം നടത്തിയ ശേഷാദ്രിനാഥിന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നിയമനം നടന്ന ഉടൻ തന്നെ നീക്കം ചെയ്തുൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ അദ്ദേഹം ഈ ചർച്ചയിൽ പറയുകയുണ്ടായി, അല്ലേ? തീർച്ചയായും സിന്ധൂരി, കോൺഗ്രസ് നേതൃത്വത്തെയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി VD സതീശിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന നിലപാടിലേക്ക് KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ന്യൂസ് ഡയറക്ടർ ശരത്ചന്ദ്രനുമായി നടത്തിയ സംവാദ പരിപാടിയിൽ അദ്ദേഹം അരക്കിട്ട് ഉറപ്പിച്ചു പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായത് തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിക്ക് ഇക്കാര്യത്തിൽ പിശക് പറ്റിയിരിക്കുന്നു എന്നാണ്. KM ഷാജി നേരത്തെ പറഞ്ഞത് താൻ അറിഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥിനെ നിയമിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതായത് VD സതീശൻ നേരിട്ടല്ല, അത് കൂട്ടായ ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു നിയമനം നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുറപ്പിക്കുകയാണ് KM ഷാജി നടത്തിയത്. എന്നാൽ ഇതിനെ ఖണ്ഡിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് പിശക് പറ്റി എന്നുള്ള കാര്യം നിയാസ് ന്യൂസ് ആൻഡ് വ്യൂസിൽ വ്യക്തമാകുന്നു. അദ്ദേഹത്തിന് അത് പരിശോധിക്കണമെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തെ ശേഷാദ്രിനാഥിൻ്റെ സോഷ്യൽ മീഡിയ, വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, അതിലുള്ള ഉള്ളടക്കങ്ങൾ പരിശോധിച്ചാൽ മതിയാകും. ഇത് ആഭ്യന്തര വകുപ്പിന് ലഭിക്കും. അക്കാര്യം ആഭ്യന്തര വകുപ്പിൽ നിന്നും ചോദിച്ചാൽ മന്ത്രി എന്ന നിലയിൽ KM ഷാജിക്ക് ലഭിക്കും. അപ്പോൾ മനസ്സിലാകും ആരാണ് ഈ ശേഷാദ്രിനാഥൻ എന്നും അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധം എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കും എന്നുള്ള കാര്യമാണ് PM നിയാസ് പറഞ്ഞു വച്ചിരിക്കുന്നത്. മാത്രമല്ല, ദേശീയ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ ഇദ്ദേഹം അംഗമായാൽ സംഘപരിവാർ അനുകൂല നിലപാടിലേക്ക് കാര്യങ്ങൾ മാറും. കേരളത്തിൻ്റെ മൊത്തം മണ്ഡലങ്ങളുടെ ആകെയുള്ള ഇപ്പോഴത്തെ നിലയെല്ലാം തെറ്റും. അത് സംഘപരിവാറിന് അനുകൂലമായ ഒരു നിലയിലേക്ക് എത്തുമെന്നുള്ള വളരെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നിയാസ് മുൻപോട്ട് വയ്ക്കുന്നത്. 3-ൽ നിന്നും 30-ലേക്ക് BJPയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇതൊരുക്കും എന്ന് പറയുമ്പോൾ നിലവിൽ VD സതീശൻ സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ ആക്ഷേപം ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നിയാസിൻ്റെ ഇത്തരം ആക്ഷേപങ്ങൾ മുൻപോട്ട് വരുന്നത്. എന്തായാലും നാം മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. VD സതീശൻ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ
വേണുഗോപാലുമായി KC വേണുഗോപാലുമായി ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കുകയും ഇത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണെങ്കിൽ മുൻപ് ഇത്തരത്തിൽ ഈ സംഘപരിവാറുമായി അനുകൂല തീരുമാനങ്ങൾ എടുത്തതുമായി ബന്ധപ്പെടുകയും പിന്നീട് അതിൽ നിന്നും പിന്തിരിയുകയും ചെയ്ത പോലെ ഉള്ള ഒരു യു ടേൺ അടി ഈ വിഷയത്തിലും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് സിന്ധൂരി.